പാതുവായിൽ അന്തോണിസ് പുണ്യാളിൻ്റെ കുഴിമാടത്തിൽ ഞാൻ 200 മലയാളികളെ 3 ദിവസം ധ്യാനിപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സിറ്റി ട്രെവീസ സിറ്റി കാണാൻ പോയി. അതിൻ്റെ കവാടത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റാച്ചു, പാൻസും കോട്ടും വെച്ച് കഴുത്തിൽ ടൈ കെട്ടിയ ചെറുപ്പക്കാരൻ, തോളിൽ ഒരു ഇല്ലിക്കമ്പിൽ വള്ളിയിൽ കോർത്ത 2 ഷൂസ് ചുവന്നോട് നിൽക്കുന്നു. ഇറ്റലിയിൽ 100 വർഷം മുമ്പ് തണുപ്പ് കാലത്ത് ഷൂസ് ഇല്ലാതെ പറ്റുകയില്ല. പാവപ്പെട്ട മനുഷ്യൻ ഷൂസ് മേടിക്കും. അവർ തണുപ്പത്തും കല്ല്, മല, മുള്ള്, പ്രതിബന്ധമുള്ള സ്ഥലത്തും ഈ ഷൂസ് ധരിക്കും. നല്ല സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് കയറെ കെട്ടി കോലെ കെട്ടി അത് തൂക്കിക്കൊണ്ട് നടക്കും. കാരണം തേയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറുപ്പക്കാരൻ ഷൂസ് ചുമന്നു. ആ ചെറുപ്പക്കാരൻ പിന്നീട് സെമിനാരിൽ ചേർന്നു. നല്ല വൈദികനായി, രൂപതയുടെ ബിഷപ്പായി. പിന്നീട് ഷൂസ് ചുമന്ന ആ വൈദികൻ കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയായി. അങ്ങനെ ചെരുപ്പ് തേയാതെ ചുമന്ന ആ മനുഷ്യൻ സഭയിൽ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഓർക്കുക, ചെറിയ കാര്യം കുറവ് വരുമ്പോൾ അപ്പനോടും അമ്മയോടും പിടിവാശി പിടിക്കരുത്. ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒതുങ്ങാൻ പഠിക്കണം. ഇനി എല്ലാം കൊടുത്ത് മക്കളെ വഷളാക്കരുത്. ചില കഷ്ടപ്പാടിൽ ചില നൊമ്പരങ്ങൾ നടത്തണം. തമ്പുരാനൊരു പദ്ധതിയുണ്ട്. അതാണ് വ്യക്തത. ഇന്നത്തെ കഷ്ടപ്പാട്, ഇന്നത്തെ അലച്ചിൽ നാളത്തെ നന്മയ്ക്കായിട്ട് മാറ്റും ഒരു വ്യക്തത.